ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു മീൻകുളം സെറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദാർപ്പായി ഇടുന്നതിൻ്റെ മുന്നുള്ള വീഡിയോ എടുക്കാൻ മറന്നു. ഇതിൻ്റെ മുന്നേ ഒന്നുമില്ല. നമ്മൾ 2 വരി ചെങ്കല്ല് അട്ടിക്ക് വെച്ചാണ് കേട്ടോ. ഇങ്ങനെ ചതുരത്തിൽ അട്ടിക്ക് വെച്ചിട്ട് അതിലാണ് ദാർപ്പായി ഇറക്കിയിട്ട് കേട്ടോ. അല്ല, സിമെൻ്റ് ഒന്നും തേച്ചില്ല, വെറുതെ അട്ടിക്ക് വെച്ച് ദാർപ്പായി ഇറക്കിയിട്ട്. ഇത് ഇവിടെ ഉണ്ടായ ആമ്പലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ട്യൂബർ വാങ്ങിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായ ആമ്പലാണ്. പൂവുണ്ടായി ഇപ്പോൾ. അപ്പോൾ ഈ മീൻകുളത്തിൽ നമ്മൾ ഒരു ആമ്പൽ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ആമ്പൽ കുഴിച്ചിടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആമ്പൽ എങ്ങനെയാണ് കുഴിച്ചിടുക എന്നുള്ളത് അറിയാത്തവർ. അപ്പോൾ നമ്മളൊരു ട്യൂബർ വാങ്ങിയിട്ടുണ്ട്, ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആദ്യം ആമ്പൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ചാണകപ്പൊടിയാണ് കേട്ടോ വെക്കുന്നത്. ചാണകപ്പൊടിയും എല്ലുപൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി എല്ലുപൊടിയും മിക്സ് ആക്കിയിട്ട് അതിലൊരു പകുതിയോളം നിറയ്ക്കുക. ആ പാത്രത്തിൽ നിറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ മണ്ണിടുക. മണ്ണും ചാണകപ്പൊടിയൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് പകുതിയോളം നിറച്ചിട്ട് ബാക്കി പകുതി മണ്ണിട്ടിട്ട് നിറയ്ക്കുക. അങ്ങനെയാണ് ആമ്പലിൽ സെറ്റാക്കുക. കാരണം എന്താ വെച്ചാൽ മണ്ണും ചാണകവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാണകമൊക്കെ മേലെ, ചാണകപ്പൊടിയൊക്കെ മുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ മുകളിലുണ്ടാകുമ്പോൾ ഇത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കേടായി പോകും. മീൻകുളത്തിൽ നമ്മൾ ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച കളർ ഇങ്ങനെ വരും, മീനൊക്കെ ചത്തുപോകും. കാരണം ഈ വളം എന്ന് പറഞ്ഞാൽ കെമിക്കലൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ മീനിടാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് അതേമാതിരി ഇട്ടതാണ്. ബേസിനിൽ ചാണകവും ഇതും കൂടി മിക്സ് ചെയ്ത് ഒപ്പരട്ട് വെള്ളം പച്ച കളറായി, മീനൊക്കെ ചത്തുപോയി. അപ്പം അതിൽ മീനിടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ട്യൂബറാണ് കേട്ടോ ഇത്. ആമ്പലിൻ്റെ ട്യൂബറാണ്. വെള്ള ആമ്പലാണ് കേട്ടത്. വലിയ വെള്ള പൂവാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടത്. 170 റുപ്യക്ക്. അപ്പോൾ ഇതുപോലെ ആ കിഴങ്ങ് ട്യൂബർ ഫുള്ള് മണ്ണിൻ്റെ ഉള്ളിൽ മൂടുന്ന രീതിയിൽ വേണം നമ്മൾ പാത്രത്തിൽ കുഴിച്ചിടാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ്. മോട്ടർ വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇതിൽ അത്യാവശ്യം വെള്ളം കൊള്ളും കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു ടാങ്കാണ്. അപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കണതിൻ്റെ മുന്നേ ആദ്യം ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ചട്ടിയിൽ വെള്ളം ഫുള്ളാക്കുക. എന്നിട്ട് വേണം നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വെക്കാൻ. കണ്ടോ, ഫുള്ളാക്കി കഴിഞ്ഞാൽ അതിലെ ചണ്ടിയും പൊടിയൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ അതൊക്കെ നമുക്കെടുത്ത് ഒഴിവാക്കാവുന്നതാണ്. കണ്ടോ, നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇത് നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കാതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചണ്ടി ഒക്കെ മേലെ പൊന്തി കിടക്കുന്ന ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ടാങ്കിലേക്ക് ഇറക്കാൻ. അപ്പോൾ നമ്മളിത് ടാങ്കിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഫുള്ളാക്കിയിട്ടില്ല. ടാങ്കിൽ നമ്മൾ പകുതി വെള്ളമാക്കിയപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ വെള്ളം നിറയുമ്പോൾ അതിലേക്ക് പോയി ടാങ്ക് സെറ്റ് ആയിക്കോളും. അപ്പോൾ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗപ്പീനെ ഇടാണ്ട്. 2 ഗപ്പീനെയാണ് ഞങ്ങൾ ഇടുന്നത്. 2 ഗപ്പിയും ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇടുന്നത്. അതിന് പെറ്റ് വരികി കുറേ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മളെ കുളം സെറ്റായിട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. ഒരു പായലിട്ടിട്ടുണ്ട്. ഈ പായൽ നല്ല വെയിലുള്ള സ്ഥലത്തായതുകൊണ്ട് പായൽ നല്ല വളർന്നത്. ഇതാണ് നമ്മളെ ഗപ്പി കേട്ടോ. ഇതെന്തോ ബ്ലൂ ബെറിയോ അങ്ങനെ എന്തോ ആണ് പേര് കറക്റ്റ് അറിയില്ല. നീല ഒരു ഇതുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ. 2 ഗപ്പി ഒരു ചെറിയൊരു കുട്ടിയുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മളതിനെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ കമത്തുന്നില്ല കേട്ടോ, അത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. അപ്പോൾ അത് മീൻ വെള്ളമായിട്ട് സെറ്റ് ആകുമ്പോൾ താനെ ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ മീൻ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കലക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ തെളിഞ്ഞോളും. ഇനി ആമ്പൽ വലുതായിട്ടുള്ള